ബാധ ആരോ പറയുന്ന പോലെ അവർ കേൾക്കും, അശരീരി പോലെ അവർ കേൾക്കാം. സോളിനെ കണ്ടു അല്ലെങ്കിൽ സ്പിരിറ്റിനെ കണ്ടു എന്നൊക്കെ അവർക്ക് പറയാൻ അത് അവർ കാണുന്നുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അറിവായിട്ട് അത് മാറും. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു യോഗിനി എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ സന്യാസിനി എന്നൊക്കെ പറയാവുന്ന ഒരാൾ വന്നിട്ട് എന്റെ തൊട്ടടുത്ത് മെഡിറ്റേഷൻ ചെയ്യും. ആ വീട്ടിൽ ഇങ്ങനെയുള്ള ചില ചലനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടത്തേക്ക് ഒറ്റപ്പെട്ട സ്കൂളാണ് നവോദയ സ്കൂൾ. ഇവർക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ രാത്രി അവൾ വിളിച്ചിട്ട് പറഞ്ഞു എന്തെല്ലാം ചില ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ രാത്രി ഇവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ റൂമിലേക്ക് ഒരു ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടി കടന്നു വന്നു അടുത്ത കട്ടില്. എന്നിട്ട് അവളെ നോക്കി ഇങ്ങനെ ഇരിക്കുക. സ്വപ്നം കാണുവാനോ അതോ അപ്പൊ ഇവിടെ എണീറ്റു. മുസ്ലിം കുട്ടികളൊക്കെ ഗുണത്തിന് ഖുറാനൊക്കെ എടുത്ത് വായിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇത് ആരോടും ഷെയർ ചെയ്യുന്നില്ല. ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടില്ല ഒരു കുട്ടി കടന്നു. അപ്പൊ അത് കൺഫേം ആയി. പേടിച്ചു പോവും. ഇവിടെ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുട്ടികളെ ഒരു സദ്യക്ക് ശേഷം പുറത്തേക്കൊന്നും വിടാതെ സൂക്ഷിക്കുക. പിന്നെ അയാളെ വീട് കുളിച്ചിട്ട് ഇതിന് സാർ ഒരു പരിഹാരം ചെയ്തു കൊടുക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലാണോ അതോ ഒരു ഹീലർ എന്ന നിലയിലാണോ? പിന്നെ ലോവർ ബാക്ക് പെയിൻ ആണെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. നടുവേദന വന്നു കഴിഞ്ഞാല് സാമ്പത്തിക പ്രശ്നമാണ്. ക്യാൻസറിനൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അതിന്റെ പിന്നിൽ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. മാനസികമായിട്ടുള്ള കാര്യമായി. അതായത് നമുക്ക് ശാരീരികമായ ഒരു 70-80% അസുഖങ്ങളുടെയും പിന്നിൽ കാര്യമായിട്ട് ക്യാൻസർ, ലിവർ ഡിസീസ്, കിഡ്നി അങ്ങനെയുള്ള ഒരുവിധം നമുക്ക് നീണ്ടകാലം ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ക്വാണ്ടം ഫിസിക്സിന്റെ ആചാര്യന്മാർ ഈ ഉപനിഷത്തൊക്കെ വായിച്ചുള്ള ആൾക്കാരാണ്. ഐൻസ്റ്റീൻ അടക്കം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനിവാസൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാറ്. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ഹീലർമാരുണ്ട്. അവരിൽ നിന്നുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹീലിംഗ് ആണ് സാറ് ചെയ്യുന്നത്, സൈക്കോസൊമാറ്റിക് ഹീലർ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് സൈക്കോസൊമാറ്റിക് ഹീലർ. സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സൈക്കോസൊമാറ്റിക് ഹീലർ ആയിട്ട് മാറിയത്? സൈക്കോസൊമാറ്റിക് ഹീലിംഗ് ശരിക്കും ജനങ്ങൾ എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്? സൈക്കോ എന്ന് പറയുന്നത് മാനസികം, സൊമാറ്റിക് എന്ന് പറയുന്നത് ശരീരം. അല്ല സാറിന് ആ ഹീലിംഗ് മെത്തേഡിന്റെ മൊത്തത്തിലുള്ള പേര് വരുന്നത് ക്വാണ്ടം ഹീലർ ഫോർ ആക്സലറേറ്റഡ് ഹീലിംഗ് എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പൊ അതില് ഞാൻ ചെയ്യുന്നത് സൈക്കോസൊമാറ്റിക് ഹീലിംഗ് ആണ്. ക്വാണ്ടം ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുള്ള സൈക്കോസൊമാറ്റിക് ഹീലിംഗ്. അതായത് നമുക്ക് ശാരീരികമായ ഒരു 70-80% അസുഖങ്ങളുടെയും പിന്നിൽ സൈക്കോളജിയാണ്. മനസ്സിന്റെ ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ സോറോ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരീരിക അസുഖങ്ങൾക്കൊരു റൂട്ടാണ്. അതിന്റെ കാരണം അതാണ്. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളത് ട്രാൻസ്ജനറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഇൽനസ്, കാര്യമായിട്ട് ക്യാൻസർ, ലിവർ ഡിസീസ്, കിഡ്നി അങ്ങനെയുള്ള ഒരുവിധം നമുക്ക് നീണ്ടകാലം ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ. സാർ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് മെത്തേഡിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു സ്പിരിച്വാലിറ്റി മേഖലയിലൂടെ കടന്നു പോകുന്നത്? സ്പിരിച്വാലിറ്റിയിൽ ഞാനൊരു 30 years ആയി ഞാൻ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ സ്പിരിച്വാലിറ്റിയും സയൻസും വേറെ വേറെയാണെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാനിപ്പോ ചെയ്യുന്ന ഹീലിംഗ് എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സിന്റെ തിയറി ഉപയോഗിച്ചുള്ള ക്വാണ്ടം ഹീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത് സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശാഖയാണ്. എന്ന് വെച്ചാൽ സൂഡോ സയൻസ് അല്ല. കാരണം 2 നൊബേൽ പ്രൈസ് ഈ അടുത്ത കാലത്ത് ക്വാണ്ടം ഫിസിക്സിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഫിസിക്സിന്റെ തന്നെ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമാണ്. എന്ന് മാത്രമല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ കാൽക്കുലേഷൻസ് ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല, അതിലൊന്നും കോൺട്രവേഴ്സി ഇല്ല. പക്ഷെ നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെടണം. അത്ഭുതപ്പെടുന്നില്ലെങ്കിൽ നമുക്കത് പിന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് കേൾക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ളതോ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്പിരിച്വൽ സയൻസുമായിട്ട് എന്താണ് കോറിലേറ്റഡ് ആണ്, അന്യോന്യം ഒത്തുപോകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്
നമ്മുടെ ഉപനിഷത്ത് കാര്യങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്വാണ്ടം ഫിസിക്സിന്റെയും ബേസ്. എന്ന് മാത്രമല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ ആചാര്യന്മാർ ഈ ഉപനിഷത്തൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഐൻസ്റ്റീൻ അടക്കം അദ്ദേഹം ക്വാണ്ടം ഫിസിക്സിനോട് വളരെയധികം ഏറ്റുമുട്ടിയ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആ തിയറി ഉണ്ടായത് ക്വാണ്ടം ഫിസിക്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. കാരണം അദ്ദേഹത്തിന് അതിന്റെ ആ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ക്വാണ്ടം ഫിസിക്സ് വന്ന ശേഷമാണ് അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ക്ലാരിറ്റി അതിൽ വന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉപനിഷത്തും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ല. അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നത്, അതായത് ശാസ്ത്രത്തെ ഇത്രത്തോളം അറിയുന്ന ആളുകൾ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു വിഭാഗത്തിൽ, അതായത് ശാസ്ത്രമാണ് ശരി, ശാസ്ത്രത്തെ ദൈവം പോലും കൊണ്ടുനടക്കുന്ന കുറെ പേരുണ്ട്. അവിടെ അവർ പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറേ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ യുക്തിവാദി വിഭാഗങ്ങളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശാസ്ത്രത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പോകുന്ന ആളുകൾ അവിടെ എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ക്വാണ്ടം ഫിസിക്സിൽ ദൈവം ഉണ്ടെന്ന് പറയുന്നില്ല. ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം ഫീൽഡാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ക്വാണ്ടം ഫീൽഡിലാണ്. എന്ന് മാത്രം എല്ലാവരും ആ കോൺഷ്യസ്നസ് ആയിട്ട് കണക്റ്റഡ് ആണ്. കോൺഷ്യസ്നസ്, ക്വാണ്ടം ഫീൽഡ് മീൻസ് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന രീതിയിലുള്ള എന്താണ് ബോധം, ഉയർന്ന ബോധത്തെയാണ് ക്വാണ്ടം ഫീൽഡുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് കണക്ട് ചെയ്ത് സൃഷ്ടികൾ നടത്താൻ പറ്റുക പല കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെ ക്വാണ്ടം ഫീൽഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സൃഷ്ടികൾ നടത്തുന്നത്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പൊ അതിൽ കണക്ട് ചെയ്തങ്ങ് പോകാൻ. കൊറോണ സമയം ഞാൻ ട്രെയിനിങ്ങും മറ്റു പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊറോണ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് ഒരു 2-3 വർഷക്കാലം എനിക്ക് വരുമാനമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്, നമ്മൾ പ്രിപ്പയർഡ് അല്ല. കാരണം ട്രെയിനിങ് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. നമ്മളെ സേവിങ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ ഉണ്ടാക്കി വെച്ചിട്ടില്ല, വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതിന്റെ ലോണുണ്ട്, ഞങ്ങൾ പല കാര്യം, കുട്ടികളെ പഠിപ്പുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, വരുമാനം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു, വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇതൊക്കെ എല്ലാ പരിപാടികളും സ്റ്റോപ്പ് ചെയ്തു. ട്രെയിനിങ് എന്തായാലും സമ്മതിക്കും. മറ്റു പരിപാടികളൊക്കെ കൊറോണയ്ക്ക് ശേഷം മെല്ലെ ഗവൺമെന്റ് സമ്മതിച്ചു. ഈ ട്രെയിനിങ് സമ്മതിച്ചില്ല. കാരണം എന്താ, കുറെ ആൾക്കാരെ കൂട്ടി ഉള്ള ഒരു പരിപാടിയല്ല. അപ്പൊ അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ കമ്പനികൾ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നല്ലൊരു പ്രശ്നത്തിലായി, കടക്കണിയിലായി, ഭയങ്കര ഡെപ്റ്റായി. ഒരു 20 ലക്ഷത്തിന്റെ കടം എനിക്ക് എന്തുണ്ട്, പിന്നെ എനിക്ക് 20 ലക്ഷത്തിന്റെ ഒരു കടം എനിക്കുണ്ട്. അല്ലാതെ തന്നെ എന്റെ അല്ലാതെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഇല്ല. ഇതിങ്ങനെ മുന്നോട്ട് പോകും, എന്താ ചെയ്യാൻ, കാരണം എന്ത് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. പുതിയതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് വിജയിക്കുന്നില്ല. ഇങ്ങനെ എന്താ പറയുക, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതെ, കംപ്ലീറ്റ് വില്ലൻ. മറ്റു ജോലി മാതിരിയല്ല. ഈ ട്രെയിനിങ് ഫീൽഡ് എന്ന് പറയുന്നത് ലാസ്റ്റാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് കമ്പനികൾ അതിനെപ്പറ്റി തീരുമാനം. അതുകൊണ്ട് ഒരു പരിപാടി ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ വേറൊരു പരിപാടി അറിയാം. സൈക്കോളജി ഒന്നും ഞാനൊന്ന് കൗൺസിലിംഗ് കാര്യമായിട്ട് എടുത്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർക്ക് ഒരു മെയിൽ അയക്കുകയാണ്, ഞാൻ എൻ്റെ സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് എന്നെ വിളിച്ചു. സാധാരണ വിളിക്കാറൊന്നുമല്ല, വിളിക്കുകയും ചെയ്യും. എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഗുരുവിനോട് പറഞ്ഞു, മാസ്റ്ററോട് പറഞ്ഞു, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഒന്നും ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. നാളെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ എനിക്കറിയില്ല, ഇതാണ് എൻ്റെ സ്ഥിതി, ഞാൻ എന്ത് ചെയ്യണം? നമ്മളെന്ത് മറുപടി പ്രതീക്ഷിക്കുക? എന്തെങ്കിലും ചെയ്യും, മുന്നോട്ട് പോകും എന്നൊക്കെയല്ലേ, ചെയ്താലേ മുന്നോട്ട് പോകും. പക്ഷെ മാസ്റ്റർ എന്നോട് പറഞ്ഞു, ഡോണ്ട് ഡു എനിത്തിങ്, ഒന്നും ഡോണ്ട് ഡു എനിത്തിങ്, സംതിങ് വിൽ കം ടു യു. നിന്നിലേക്ക് എന്തെങ്കിലും അങ്ങോട്ട് വന്നോളൂ, ഒന്നും ചെയ്യണ്ട. അപ്പൊ മാസ്റ്റർ എനിക്ക് 100% വിശ്വാസമാണ്, ഗുരു ആണല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര, അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും? അങ്ങനെ 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം മുതൽ ഞാൻ പണ്ടെന്നോ ചെയ്തു വെച്ച ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പെട്ടെന്ന് സെല്ല് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ആ പരിപാടി മറന്നു വരും. ഞാനങ്ങനെ വിട്ടു ആ പരിപാടി, എത്രയോ വർഷം മുമ്പ് ചെയ്തിട്ടതാണ്. അത് പെട്ടെന്ന് ക്ലിക്ക് ആവുകയും മാർക്കറ്റിൽ അത് നന്നായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ തന്നെ യൂസറാണ്. അങ്ങനെ എൻ്റെ 20 lakhs കടവും തീർന്നു, എൻ്റെ എല്ലാ ഇഷ്യൂസും തീർന്നു. എനിക്ക് കുറച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആ പരിപാടി നിൽക്കുകയും ചെയ്യും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതല്ലേ.
അതായത് ഇന്റൻഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അത് ആ ലെവലിലുള്ള ആളായിരിക്കണം. പക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് എന്തോ ഒരു അത്ഭുതമാണ്. അതെ, അത് പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കടമുള്ളപ്പോ പൈസ വരുന്നു, കട തീരുമ്പോ അത് ഒന്നും ചെയ്യാതെയാണ്. നീ എന്തെങ്കിലും ചെയ്ത് വിജയിക്കുക എന്നല്ലേ ഒരാൾ പറയും. ഇപ്പൊ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ ഇരിക്കില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റും, മുന്നോട്ട് പോകണ്ടേ എന്നല്ലേ പറയാം. അപ്പൊ ഒരാൾ പറയുകയാണ് നീ ഒന്നും ചെയ്യണ്ട, വെയിറ്റ്, സംതിങ് വിൽ കം ടു യു എന്ന് ഒരാൾ പറയണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു പവറല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷന്റെ ശക്തിയിൽ അദ്ദേഹത്തിന് തന്നെയുള്ള വിശ്വാസമല്ലേ. തീർച്ചയായും അതാണ് മാനിഫെസ്റ്റേഷന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണ്, നടക്കും. അപ്പൊ ഇതൊക്കെ ക്വാണ്ടം ഫീൽഡിൽ നിന്ന് കണക്ഷൻ ഉള്ള ഒരാൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിന്റെ അടുത്തേക്ക് വരുന്ന രോഗികൾ അപ്പൊ എങ്ങനെയുള്ള രോഗികളാണ്? അപ്പൊ പലരും പറയാറുണ്ട് ഇപ്പം പ്രേതം, ഭൂതം അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് വരുന്ന ആളുകളുടെയൊക്കെ മെയിൻ വിഷയം സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അതികഠിനമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ട്യൂമർ, അതേ കൂട്ട് വരുന്ന ആളുകൾക്ക് അപ്പം ചിലര് പറയും അവർക്കും ഇതേ കൂട്ട് ചിലപ്പോൾ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ട് അത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ക്യാൻസറിനൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അതിന്റെ പിന്നിൽ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്, മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കണ്ടിടത്തോളം അതിൽ ഹീൽ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈവൻ 4th സ്റ്റേജിലുള്ള ക്യാൻസറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിന് പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സൈക്കോളജി മാത്രമാണ്, ഇമോഷൻ മാത്രമാണ്. അതോടുകൂടി തന്നെ നല്ല രീതിയിൽ അവർക്ക് വ്യത്യാസം വരുന്നു. കിഡ്നി, ലിവർ പ്രശ്നത്തിൽ, ട്യൂമറിന്റെ പ്രശ്നത്തിൽ, സ്ട്രോക്കിന്റെ വ്യത്യാസം. സ്ട്രോക്കില് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, കൈ അനക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ഹീലിംഗ് കഴിയുന്നതോടുകൂടി അവർക്ക് വ്യത്യാസം വരുന്നുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ കാലുവേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പുറം വേദനയ്ക്ക് അതിൽ പിന്നിൽ നല്ല ഒരു സൈക്കോളജി ശരിക്കും പറഞ്ഞാൽ. അപ്പം ഒരു ആക്സിഡന്റ് പറ്റി ഉണ്ടാകുന്ന പുറം വേദനയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ സ്വതവേ ഉണ്ടാകുന്ന പുറം വേദനയിൽ കാര്യമായിട്ട് ഒരു ഹെൽപ്ലെസ്നെസ്, സപ്പോർട്ട് ഇല്ലായ്മ. ചിലപ്പോൾ ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, വൈഫ്, പക്ഷെ ഇവര് ഫീൽ ചെയ്യുന്നത് ഇവർക്കൊരു ഹെൽപ്പില്ല, സപ്പോർട്ടില്ല. നിരന്തരമായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പുറം വേദന വരുന്നതായിട്ട് കാണും. പിന്നെ ലോവർ ബാക്ക് പെയിൻ ആണെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. നടുവേദന വന്നു കഴിഞ്ഞാല് സാമ്പത്തിക പ്രശ്നമാണ്. അല്ല, ബാക്ക് ഏറ്റവും താഴെയുള്ള ആ ഏരിയയിലാണ് ബാക്ക് പെയിൻ വരുന്നതെങ്കിൽ മിക്കവാറും കുറെ കാലം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ലോവർ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. മേലോട്ടൊക്കെ ആണെങ്കിൽ അധികം ഹെൽപ്ലെസ്നെസ്, സപ്പോർട്ട് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ ഇത് ഹീൽ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മരുന്ന് കഴിക്കണം. മരുന്ന് വളരെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയാം. മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഈ സൈക്കോസൊമാറ്റിക് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അഡ്രസ് ചെയ്തിട്ട് നമുക്ക് അതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും? ഏത് ഇമോഷൻ ആയാലും അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു 3-4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് പേടിയാണ്, ഫിയർ. മറ്റത് ആങ്സൈറ്റി. മറ്റൊന്ന് സോറോ, സങ്കടങ്ങൾ. ഇത് നമ്മൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും ഈ 3-4 എണ്ണത്തിൽ ഇത് ഒതുങ്ങും, ഗ്രൂപ്പിൽ ഒതുങ്ങും. ഈ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും ഈ എല്ലാ തരത്തിലുള്ള ഇമോഷൻസ്. അപ്പൊ ഈ 4 ഗ്രൂപ്പില് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ കഴിയും പറ്റും. ആ ഗ്രൂപ്പിൽ വരുന്നതാണ് എല്ലാ കാര്യം. അപ്പൊ ഞാൻ കാര്യമായിട്ട് എനിക്കൊന്നും കേൾക്കൊന്നും വേണ്ട. ഞാൻ എല്ലാ ഇമോഷൻസിനെയും ഹീൽ ചെയ്യുന്ന ഒരു സൈക്കിൾ അങ്ങോട്ട് കൊടുക്കും. ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരുവിധ എല്ലാ ഇഷ്യൂസും അല്ലെങ്കിൽ ഓരോ എല്ലാ ഇമോഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. പരിവർത്തനം വെച്ചാൽ ഇതിന് സാർ ഒരു പരിഹാരം ചെയ്തു കൊടുക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലാണോ അതോ ഒരു ഹീലർ എന്ന നിലയിലാണോ? ഹീലർ എന്നുള്ള നിലയ്ക്കാണ് കാര്യമായിട്ട്. കാരണം സൈക്കോളജിക്കൽ ടെക്നിക്സ് ഞാനിപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല. കാരണം അതിനേക്കാട്ടും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ക്വാണ്ടം ഹീലിംഗിന്റെ ടെക്നിക്സ് ആണ് ബൈ മൈ എക്സ്പീരിയൻസ്. അതുകൊണ്ട് സൈക്കോളജിക്കൽ മൊഡാലിറ്റീസ് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അത് തന്നെ ക്വാണ്ടം ഹീലിംഗിന് ശേഷം അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന് അവരുടെ മനസ്സൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം ചിലപ്പോൾ ഞാൻ ഈ OCDക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൊഡാലിറ്റീസ് അവർക്ക് കൊടുക്കും. പക്ഷെ അത് ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം അവരുടെ ബോധം അതിനോട് സപ്പോർട്ട് ചെയ്യാം. അവരുടെ മനസ്സിന് ഒരു സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് ഏത് മൊഡാലിറ്റി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് മെയിൻലി ഞാൻ ക്വാണ്ടം ഹീലിംഗ് തന്നെയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാല് സ്പിരിച്വൽ വേയിലാണെങ്കിലും മറ്റു വേയിലാണെങ്കിലും
ഒരുപാട് ഹീലർമാരുണ്ട്, ഒരുപാട് ഹീലിംഗ് ടെക്നിക്കുകളുണ്ട്. ഇപ്പം പ്രാണിക് ഹീലിംഗ് ഉണ്ട്, റേക്കി ഹീലിംഗ് ഉണ്ട്, ഒരുപാട് ഹീലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് മെത്തേഡുകളുണ്ട്, ടെക്നിക്കുകളുണ്ട്. അതിൽ നിന്നും എല്ലാം എങ്ങനെയാണ് ക്വാണ്ടം ഹീലിംഗ് വ്യത്യസ്തമാകുന്നത്? ക്വാണ്ടം ഹീലിംഗ് വ്യത്യസ്തമാകുന്നത്, നമ്മളിത് എനർജി ഹീലിംഗ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുമെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്, ക്വാണ്ടം ഹീലിംഗ് എനർജി ഹീലിംഗ് അല്ല. ഇപ്പൊ പ്രാണിക് ഹീലിംഗ് എനർജി ഹീലിംഗ് ആണ്, ഒരു എനർജി പാസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രാണിക് ഹീലിംഗ് അല്ലാതെ റേക്കി എനർജി ഹീലിംഗ് ആണ്. കാരണം അതിലൊക്കെ എനർജി ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് പല ലെവലിലുള്ള എനർജി ഉള്ളതാണ്. ആ എനർജിയുടെ ഒരു സംഭവമാണ്, ഒരു എന്താന്ന് പറയുക, അതിന്റെ ഒരു സ്വരൂപമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഹീൽ ചെയ്യുന്നത്. ക്വാണ്ടം ഫീൽഡിലാണ് ഹീൽ ചെയ്യുന്നത്. അവിടെ എനർജി അല്ല ഉപയോഗിക്കുന്നത്, അവിടെ എനർജിക്ക് സ്ഥാനമല്ല, അവിടെ ഇന്റൻഷനാണ്, നിർദ്ദേശങ്ങളാണ്, സജഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഈ എനർജി പാസ് ചെയ്യുന്നില്ല. അതൊരു ഹിപ്നോട്ടിസം മെത്തേഡാണ്? അല്ലല്ല, ഇത് ഇപ്പം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. ഇത് നമ്മുടെ ബോധത്തെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ മനസ്സും ബോധവും രണ്ടാണ്. മനസ്സിനേക്കാൾ ഡെപ്ത് പോകുന്നതാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിലാണ് മനസ്സുള്ളത്. ഈ മനസ്സിന് ശേഷമാണ് ശരീരം വരുന്നത്. കാരണ ശരീരം എന്ന് പറയുന്ന ആത്മാവ് സൂക്ഷ്മ ശരീരങ്ങളാണ്. ഒരുപാട് ശരീരങ്ങളുണ്ട്. ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് അതിൽ ഒന്ന് മാത്രമാണ് മനസ്സ്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിൽ കിടക്കുന്നതാണ് ബോധം എന്ന് പറയും ശരിക്കും. അപ്പൊ ഫിസിക്കൽ ബോഡി, കുറേയേറെ സൂക്ഷ്മ ശരീരങ്ങൾ, അതിനുശേഷം നമ്മുടെ ആത്മാവ്. ആത്മാവിനെ ഇത് ഒന്നും സ്വാധീനിക്കുന്നില്ല. ആത്മാവിന് തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ് കോൺഷ്യസ്നസ്. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എന്ത് സജഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് വാങ്ങിക്കും? ആ രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സാധിക്കും. ഞാൻ ഹീലിംഗിന് മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഹീലിംഗിന് ആ ഇന്റൻഷൻ ഉപയോഗിച്ച് കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതാണ് എന്റെ എക്സ്പീരിയൻസ്. ഞാനത് പഠിച്ചതായിരുന്നു. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ മനുഷ്യരും 98% ആളുകളും റിസീവിങ് മൂഡിലാണ്. എവിടുന്നാണെങ്കിലും എന്ത് എനർജി ആണെങ്കിലും എന്ത് സജഷൻ ആണെങ്കിലും വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തലം ഏതാണെന്നുള്ളതാണ്. റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവണം. മനസ്സിനൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ അറിവുകൾ തന്നെ, നമുക്ക് ആവശ്യമുള്ള അറിവുകളെ നമ്മൾ സ്വീകരിക്കുന്നു. എനർജി നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ എല്ലാത്തിനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഒരാൾ ഹീൽ ചെയ്യണമെങ്കിൽ അയാൾ തയ്യാറായാൽ മാത്രമേ ഞാൻ ഹീൽ ചെയ്യൂ. തയ്യാറല്ല എങ്കിൽ ഹീൽ ചെയ്യാൻ വളരെ പ്രയാസമാണ്. എന്ന് മാത്രമല്ല, അത് പ്രോട്ടോകോളിനെതിരാണ്. ഒരാള് തയ്യാറല്ലെങ്കിൽ അയാളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തെറ്റാണ്. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ക്വാണ്ടം ഹീലിംഗിൽ പോസിബിൾ ആണ്. അയാൾ അറിയാതെ പലപ്പോഴും ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ചെയ്യാറില്ല. അപ്പൊ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സത്യസന്ധതയാണ്. അയാൾ തയ്യാറാണെങ്കിൽ മാത്രമേ, ഈവൻ സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ പോലും, ഒരാൾ സ്പിരിച്വലി താല്പര്യമില്ലെങ്കിൽ നമ്മൾ അയാളെ സ്പിരിച്വാലിറ്റിയിൽ കൊണ്ടുവരുന്നതിൽ അതൊരു അധാർമികതയുണ്ട്. നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാറിന്റെ എക്സ്പീരിയൻസിൽ ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂമായി വന്നിട്ട് അത് മറ്റെന്തെങ്കിലും ഇഷ്യൂമായി മാറിയ ആളുകളുണ്ട്? അതായത് ചിലർ പറയാം, അതായത് ഈ 80% സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ആകാം, പക്ഷെ 20% ഇപ്പൊ സോൾ കണക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എന്റിറ്റീസ് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാധ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ അത് ബാധയായിരിക്കും. അത് സിസോഫീനിയ എന്ന് പറയുന്ന സിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ പല ഭേദങ്ങളാണ്. അവർക്ക് ഓഡിറ്ററി ഹലൂസിനേഷൻസ് ഉണ്ടാവും, വിഷ്വൽ ഹലൂസിനേഷൻസ് ഉണ്ടാവും. അതായത് അവർ ആരോ പറയുന്ന പോലെ അവർ കേൾക്കും, അശരീരി പോലെ അവർ കേൾക്കാൻ സാധ്യതയുണ്ട്. അത് അസുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓഡിറ്ററി കാണാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾ, പല സോളിനെ കണ്ടു അല്ലെങ്കിൽ സ്പിരിറ്റിനെ കണ്ടു എന്നൊക്കെ അവർക്ക് പറയാൻ, അത് അവർ കാണുന്നുണ്ട്. അത് അവരുടെ അസുഖത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അല്ലാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജിയിൽ സിസോഫീനിയയുടെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളും ഇതിനോട് ചേരുന്നുണ്ടെങ്കിൽ അത് സിസോഫീനിയാണ്. പക്ഷെ മറ്റു കാര്യങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല എങ്കിൽ ഈ സംഗതി മാത്രമേ ഞാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് പറയാം. സോളിന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വരുന്നത് അത് ട്രീറ്റ്മെന്റിലല്ല, മെഡിറ്റേഷനിലാണ്. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമല്ല. നമ്മളിപ്പോ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മളെ അറിവായിട്ട് അത് മാറുന്നത്.
അപ്പൊ അതിനു മുമ്പ് വരെ എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും എല്ലാവരും പോലെ ലോജിക്കൽ തിങ്കിങ്ങിന്റെ സ്റ്റൈലിൽ മുന്നോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ മെഡിറ്റേഷന് വേണ്ടി ഞങ്ങളുടെ സെന്ററിൽ പുതിയൊരു മെഡിറ്റേഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാം. അതായത് തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിൽ വെച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ ആശ്രമം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. വളരെ പാരമ്പര്യമുള്ള ആശ്രമമാണ്. അപ്പൊ ഞാൻ അവിടെയുള്ള ഒരു ഹാളിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പോയി ട്രയലിന് വേണ്ടി മെഡിറ്റേഷൻ ഇരിക്കുകയാണ്. വാതിലൊക്കെ അടച്ചിട്ട് ഇരിക്കും. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു യോഗിനി എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സന്യാസിനി എന്നൊക്കെ പറയാവുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ തൊട്ടടുത്ത് മെഡിറ്റേഷൻ ചെയ്യും. ഇത് ശരിക്കും ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് പേടിയൊന്നും വന്നില്ല. ഞാൻ ആ മെഡിറ്റേഷന്റെ ഒരു ഇതില് അങ്ങനെ പോയത് കൊണ്ടായിരിക്കാം ഞാൻ ഞെട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണ വരുന്നത്. അപ്പോൾ പുള്ളി എന്റെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് 2-3 മിനിറ്റേ മെഡിറ്റേഷൻ ചെയ്തുള്ളൂ. അതിനുശേഷം എണീറ്റ് പോയി. അപ്പൊ അങ്ങനെ ഒരു സന്യാസി ഒന്നും അവിടെ ഇല്ല, ആ ആശ്രമത്തിലില്ല. അതുപോലെ വാതിലടച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതുപോലുള്ള എക്സ്പീരിയൻസ് വന്നത്, ഒന്ന് എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്ന ഒരു ഹീലിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു സ്ത്രീയാണ്, ഒരു 30 വയസ്സൊക്കെ ഒരു മുസ്ലിം സ്ത്രീയാണ്. ആ സ്ത്രീ പിന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കാരണം ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ കണ്ടാൽ തന്നെ വളരെയധികം നമുക്ക് തന്നെ വല്ലാത്ത ഒരവസ്ഥ വരുന്നത് മുഖമൊക്കെയാണ്. കാരണം ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. സ്ട്രോക്ക് അല്ല, വേറെ പല കാരണങ്ങളും. അപ്പൊ ഇവരെ ഹീൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ചെയ്യുക വിചാരിച്ചിട്ട് ഞാൻ ഹീൽ ചെയ്തപ്പോൾ അവർക്ക് കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നു. പിന്നെ അവരെന്നോട് പറഞ്ഞു അവര് വീട്ടിൽ ഇങ്ങനെ അവരെന്തോ ഒരു മുസ്ലിം ടെർമിനോളജിയാണ് ഉപയോഗിച്ചത്. എനിക്കത് ഓർമ്മയില്ല. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ വീട്ടിൽ ഇങ്ങനെയുള്ള ചില ചലനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്നാൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ അതും ഹീൽ ചെയ്തു. നമുക്ക് സ്പേസും ഹീൽ ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ ഇട്ട് തന്നു കഴിഞ്ഞാൽ സ്പേസ് ഹീൽ ചെയ്യാൻ പറ്റും. അതായത് മറ്റൊരു വീടിന്റെ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പിരിച്വലി നമുക്കൊന്ന് ചാർജ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ ഞാനത് ചെയ്തു. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. പിന്നെ അവരെ വിശ്വാസത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസമാണ്. അത് അവർക്ക് മാത്രമല്ല, അവർ വീട്ടിൽ എല്ലാവർക്കും വ്യത്യാസം വന്നു. ഈ ഹീലിംഗ് ഇവർക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഇവര് വിശ്വാസത്തിന്റെ മുകളിലാണ് വ്യത്യാസം വന്നതെന്ന് പറയാം. പക്ഷെ അതല്ല, ഉമ്മയ്ക്ക് വ്യത്യാസം വന്നു, കുട്ടികൾക്ക് വ്യത്യാസം വന്നു. ഉമ്മ കുറച്ചുകൂടി ഇതായി, അവർക്ക് വേറൊരു ജോലി കിട്ടി, കുട്ടികൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ ഇഷ്യൂസും അതോടുകൂടി മാറുകയും ഇവള് തന്നെ അവരുടെ ജോലിയിൽ വേറൊരു ലെവലിലേക്ക് വളരുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെയുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സ്പേസ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോള് ഒരു ദിവസം അവള് പിന്നെ ഇത് പഠിച്ചു, പിന്നെ BEd പഠിച്ചു, MSc BEd ആണ്. അതിനുശേഷം അതിന്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവരെ അയക്കും. അപ്പൊ അത് തെലുങ്കാനയുള്ളത് ആന്ധ്രയിലുള്ള സ്ഥലത്തേക്ക് അയച്ചു. അവിടെ പോയി ഒറ്റപ്പെട്ട സ്കൂളാണ് നവോദയ സ്കൂൾ. ഇവർ താമസിക്കാൻ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ടൊരു റൂമാണ്. അപ്പൊ രാത്രി അവൾ വിളിച്ചിട്ട് പറഞ്ഞു എന്തെല്ലോ ചില ഡിസ്റ്റർബൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ഹീൽ ചെയ്തു. അതിനുശേഷം അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവള് താമസിച്ച് പഠിച്ച ഹോസ്റ്റലില് ഇവളൊരു എക്സ്പീരിയൻസ് അവൾ എന്നോട് ഷെയർ ചെയ്തു. അതും ഞാൻ ഹീൽ ചെയ്തു. രാത്രി ഇവള് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവളെ റൂമിലേക്ക്, ഹോസ്റ്റലാണ്, ഒരു ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടി കടന്നു വന്നു. അടുത്ത കട്ടിൽ വേറെ കുട്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവളെ നോക്കി ഇങ്ങനെ ഇരിക്കുക. സ്വപ്നം കാണുവാനോ അതോ? അപ്പൊ ഇവള് എണീറ്റു. അപ്പൊ ഇങ്ങനെ കണ്ടു. അപ്പൊ അവൾക്ക് സംഗതി മനസ്സിലായി. കാരണം വാതിലടച്ച് കിടക്കുകയാണല്ലോ. അപ്പൊ അവള് എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് പൊതിച്ച് കൂടിക്കിടന്നു. ഇത് ആരോടും പറയാനും നിന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നല്ലോണം പേടിക്കുന്നതാണ്. ഇവള് പിന്നെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായതുകൊണ്ട് അത്ര കുറച്ച് ഇന്നർ സ്ട്രെങ്ത് കുറച്ച് ഉണ്ട്. അതുകൊണ്ട് പിടിച്ചു നിന്നതാണ്. അല്ലെ പേടിച്ച് പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് പിന്നീട് പലരും ഇങ്ങനെ മെല്ലെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ മുസ്ലിം കുട്ടികളൊക്കെ ഗുരുനത്തിന്റെ ഖുറാനൊക്കെ എടുത്ത് വായിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇത് ആരോടും ഷെയർ ചെയ്യുന്നില്ല. എന്തോ ഒരു അവസരത്തിൽ ഇത് ഷെയർ ചെയ്ത സമയത്ത് മനസ്സിലായി ഇങ്ങനെ അത് ഹൈറ്റ് കുറഞ്ഞ ആളെ തന്നെയാണ്, ഒരു കുട്ടിയെ തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കും. അപ്പൊ ഇവര് അവിടുത്തെ ഹോസ്റ്റൽ വാർഡനോട്
ഈ കാര്യം സംസാരിച്ചപ്പോൾ ഒച്ച പറഞ്ഞു ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടില്ല ഒരു കുട്ടി കടന്നു. അപ്പൊ അത് കൺഫേം ആയി സംഭവം എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു കോട്ട ഹീലിംഗ് കൊടുത്തു. ഇനി എല്ലാ ആൾക്കാരും എൻ്റെ അടുത്തേക്ക് വന്ന് കോട്ട ഹീലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഹീലിംഗ് ചെയ്തതിനു ശേഷം ആ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് അവിടെ പിന്നെ വന്നിട്ടില്ല. അപ്പൊ പലപ്പോഴും ഞാൻ അവളോട് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുകയാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ അവർക്ക് കഴിയും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഒരുപാട് എന്താണ് തകർത്ത് കളയാനോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. കാരണം നമ്മളെക്കാട്ടും താണ സ്റ്റേജിലാണ് ഇത്തരം സോളുകൾ ഉണ്ടാവുക. അവർക്ക് എന്തോ ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മളെങ്ങനെ ഇടയ്ക്ക് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു, നമ്മളോട് ഇങ്ങനെ പ്രോബ് ചെയ്യുന്നത് മാത്രമല്ല, എന്തോ ചെയ്തു തരുമെന്നുള്ള അങ്ങനെയുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും അവര് ആ ഉപദ്രവം നിർത്തിയിട്ട് അങ്ങ് പോകും. അവര് പ്രത്യേകിച്ച് നമ്മളെ തകർക്കുക അങ്ങനെയൊന്നുള്ള കഴിവൊന്നും അവർക്കില്ല. ഇതുപോലെ തന്നെ ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് രാത്രി ഇതുപോലെ വലിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. അത് ഇത് ഒരു ഈ സോളൊന്നുമല്ല, ഈ താണ രീതിയിലുള്ള സോൾ, മനുഷ്യന്റെ സോളല്ല എന്ന് മനസ്സിലായി, വേറെ എന്തോ രീതിയിലുള്ള ഒരു സംഭവമാണ്. അത് കുറച്ചുകൂടി അഗ്രസീവായിരുന്നു ആ റൂമിൽ നടന്നത്. അപ്പൊ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്നെ ഉപദ്രവിക്കാനുള്ള ശേഷിയൊന്നും അതിനില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ പിടിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ മെല്ലെ ഈ പുള്ളിയോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടോ, എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ പുള്ളിക്ക് നേരത്തെ തന്നെ ഇതിനെ അറിയാവുന്നതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക, കാര്യമൊക്കെ കണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, ഭാര്യയോടൊന്നും പറയണ്ട, പേടിച്ചു പോവും, ഇവിടെ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികളെ ഒരു സദ്യക്ക് ശേഷം പുറത്തേക്കൊന്നും വിടാതെ സൂക്ഷിക്കുക. പിന്നെ അയാളെ വീട് പൊളിച്ചിട്ട് വേറെ വീടുണ്ടാക്കി, കുറച്ച് മാറിയിട്ട് വേറൊരു വീടുണ്ടാക്കിയതിന് ശേഷമാണ് അത് ഉപദ്രവത്തിനായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കുറെ സോളുകൾ റിയൽ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ട്. പക്ഷെ ഒരു പ്രൊവൈഡഡ്, നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. സിസോഫ്രീനിയ ഉള്ള ആൾക്കാർക്ക് ഇത് കാണാനും കേൾക്കാനൊക്കെ ഉള്ള സാധ്യത എന്ന് വെച്ചിട്ട് ഇതില്ല എന്നല്ല. പക്ഷെ ഇത് ഒരുപാട് പേടിക്കേണ്ടത്, നമ്മളൊന്നും ബാധ്യമൊന്നും കയറാൻ കഴിയില്ല. ഒരാളെ ശരീരത്തിലൊന്നും കയറാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കണം. ഒരു പൊസിഷനിലുണ്ടാവും, ഒരു സ്ഥലത്തുണ്ടാവും, ഒരു സ്പോട്ടിലുണ്ടാവും. അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഉപദ്രവിക്കാനും ഈ ജനൽ പിന്നെ ഇതൊക്കെ അളക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ച സമയത്ത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കർട്ടൻ ഇളക്കാം, അങ്ങനെയുള്ള ആ രീതിയിലുള്ള കഴിവുകളൊക്കെ അവർക്കുണ്ട്. അങ്ങനെ നമ്മളെ പേടിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അതിന് മാത്രമുള്ള, കാരണം നമ്മളെപ്പോഴും വരുമ്പോൾ അവരേക്കാളും മുകളിലാണ്, അവർ താഴെയാണ്. ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇവര് നമ്മുടെ കൂടെ ചെവിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അസുഖങ്ങൾ വരുത്താനും ദുരിതം ഉണ്ടാക്കാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനും ഇവർക്ക് കഴിയും. ഇത് അവര് പറയുന്നത് ഇവർക്ക് ചിലപ്പം മോക്ഷം കിട്ടാനുള്ള സമയമായി കാണും. അത് അറിയിക്കാൻ വേണ്ടിയിട്ട് അവര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാല് മോക്ഷം കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. മോക്ഷം കിട്ടാത്ത ആൾക്കാരാണ് ഈ സോളുകൾ പൊതുവെ എന്ന് പറയുന്നത്. റീബർത്ത് എടുക്കാൻ കഴിയാത്തവരും റീബർത്ത് എടുക്കാത്തവരായിരിക്കും എന്തോ കാരണം കൊണ്ട്. അപ്പൊ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ റീബർത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സോളുകൾ ഇങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവായി, എന്തോ ഒരു അതൃപ്തി അവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടും അവർ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പൊ അത് ക്ലിയർ ആകുന്നവരെ ചിലപ്പോൾ അവർ നിന്ന് വരും. അവര് എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവർക്ക് എന്തോ ഒരു ആവശ്യമുള്ളത് കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം അവരുടെ പ്രോബിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര വലിയ ഉപദ്രവങ്ങൾ ഇത് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് പ്രശ്നം. ഇങ്ങനെ ഒരു ഉപദ്രവം കാണുമ്പോൾ നമ്മളിത് ഭയങ്കരമായി പേടിച്ച് അത് ആ രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിച്ച് പിന്നെ ഇത് നമ്മളെ ബാധിച്ചു എന്നുള്ള തോന്നലിലേക്ക് വന്ന് അലൂസിനേഷനിലേക്ക് വന്നു. പിന്നെ നമ്മുടെ ബോധം തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അല്ലാതെ അവർക്ക് നമ്മളെ നശിപ്പിക്കാനൊന്നും കഴിയും. നമ്മൾ അത്രയും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ആ പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ തോട്ടിനനുസരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് ചില രീതിയിൽ ഉപദ്രവമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, അത് സമ്മതിച്ചു. പക്ഷെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല. പേടിപ്പിക്കാം, പേടിച്ചു പോകും.
ശരിയാണ്. ഞാനിപ്പോ സാറിനോട് ഇതിനു മുമ്പ് സംസാരിച്ച സമയത്ത് സാർ പറഞ്ഞിരുന്നു സാർ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. പക്ഷെ നമ്മുടെ ചാനലിൽ വരുന്ന പല കണ്ടന്റുമായിട്ടും അതായത് സ്പിരിച്വൽ കണ്ടന്റുമായിട്ടും സാറിന് വിയോജിപ്പുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് അല്ല, വിയോജിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിയോജിപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി റിയലൈസേഷൻ ആണ്. ഡിവൈൻ കോൺഷ്യസ്നസ്സിലേക്ക് വളരുക എന്നുള്ളത്. അപ്പൊ ഗോഡ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമ്മുടെ ബോധതലത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് പരിശുദ്ധമാക്കി ക്ലീനാക്കി ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു സംഭവത്തെയാണ് സ്പിരിച്വൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ അത്ഭുതങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോ ഇന്ത്യൻ ട്രഡീഷനിൽ സന്യാസ സമൂഹങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. അതായത് കുടുംബജീവിതം നയിക്കാതെ സന്യാസ ജീവിതം നയിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഒരു ആഴ്ന്നിറങ്ങിയൊരു പേരുണ്ട് ഇന്ത്യയിൽ. ഇത് കാര്യമായിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അതിനെപ്പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്. ഇപ്പോഴും ആൾക്കാർ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സന്യാസികൾ പിന്നാലെയാണ് പോകുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. സ്പിരിച്വാലിറ്റി ശരിക്കും പ്രവർത്തിക്കുന്നത് വീടുകളിലാണ്. നമ്മൾക്ക് അവരെ പറ്റി അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സീതയുടെ അച്ഛനായിട്ടുള്ള ജനക മഹാരാജാവ് മുതൽ ഒരു വലിയ ഒരു പരമ്പര തന്നെ വീട്ടിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ റിയലൈസേഷൻ നേടിയ ആൾക്കാരുണ്ട്. ഈ സന്യാസി സമൂഹം എത്ര പേര് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. പോസിബിൾ ആണ്. നമ്മൾ കുണ്ടലിനി ഉയർത്തി കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ കൊണ്ട് എന്താ കാര്യം?